നമസ്കാരം. നമ്മുടെ ഭൂമിയുടെ ജീവശ്വാസം എന്താണെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഉത്തരം നമ്മുടെ കൺമുന്നിൽ തന്നെയുണ്ട്. വൃക്ഷങ്ങൾ. അതെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഭൂമിയുടെ പ്രാണനായ വൃക്ഷങ്ങളെക്കുറിച്ചാണ്. ഈയൊരു ചർച്ചയ്ക്ക് നമുക്ക് വഴികാട്ടിയാകുന്നത് പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യയുടെ വൃക്ഷ് ഹമാരേ ജീവൻ പ്രാൺ എന്ന വളരെ അർത്ഥവത്തായ ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിലെ അറിവുകൾ ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് നമുക്ക് നോക്കാം. മത്സ്യപുരാണത്തിലെ ഈയൊരു വാചകം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, അല്ലേ? ഇതൊരു വെറും വിശ്വാസമല്ല. നമ്മുടെ സംസ്കാരത്തിൽ മരങ്ങൾക്ക് എത്രത്തോളം വലിയൊരു സ്ഥാനമുണ്ടായിരുന്നു എന്നതിന്റെ ഒരു തെളിവാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരൊറ്റ മരം നടുന്നത് 10 നല്ല മക്കളുണ്ടാകുന്നതിന് തുല്യമായ പുണ്യമാണത്രേ. അപ്പോ ഈ വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ നമ്മൾ 6 കാര്യങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ആദ്യം നമ്മുടെ പൂർവികരുടെ അറിവുകളെപ്പറ്റി സംസാരിക്കും, പിന്നെ അതിന്റെ പിന്നിലെ ശാസ്ത്രം എന്താണെന്ന് നോക്കും. അതിനുശേഷം മരങ്ങൾ നശിപ്പിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അവ നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യും. അവസാനം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, എന്താണ് നമ്മുടെ കടമ എന്നും സംസാരിക്കും. ശരി, നമുക്ക് ആദ്യം നമ്മുടെ പൂർവികരുടെ അടുത്തേക്ക് ഒന്ന് തിരിച്ചു പോകാം. എന്തുകൊണ്ടായിരിക്കും അവർ മരങ്ങളെ വെറുമൊരു ചെടിയായി കാണാതെ അതിനൊരു ദൈവിക പരിവേഷം തന്നെ നൽകിയത്? നിങ്ങൾ നോക്കൂ, നമ്മുടെ മഹത്തായ വേദങ്ങളും ഉപനിഷത്തുകളുമൊക്കെ എഴുതപ്പെട്ടത് വലിയ കെട്ടിടങ്ങളിലിരുന്നല്ല, കാടിന്റെ ശാന്തമായ തണലിലിരുന്നാണ്. ശ്രീബുദ്ധന് ജ്ഞാനോദയം കിട്ടിയതോ ഒരു കൊട്ടാരത്തിലല്ല, ഒരു ബോധിവൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്നാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്: ഉയർന്ന ചിന്തകൾക്കും അറിവിനും പ്രകൃതിയുടെ സാമീപ്യം അത്യാവശ്യമാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അപ്പോ ഇവിടെ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? ഈ ആരാധനയും വിശ്വാസവുമൊക്കെ വെറും പ്രതീകാത്മകമായിരുന്നോ? അതോ നമ്മുടെ പൂർവികർക്ക് അറിയാമായിരുന്ന എന്തെങ്കിലും ശാസ്ത്രീയ സത്യം ഇതിന്റെ പിന്നിലുണ്ടോ? ആ ചോദ്യത്തിനുള്ള ഉത്തരം ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതാണ്. കാരണം ഇന്നത്തെ ആധുനിക ശാസ്ത്രം നൂറ്റാണ്ടുകൾക്ക് മുൻപ് നമ്മുടെ ഋഷീശ്വരന്മാർ മനസ്സിലാക്കിയ ആ സത്യങ്ങളെ ഒന്നൊന്നായി ശരിവെക്കുകയാണ്. നമ്മളെല്ലാം സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഫോട്ടോസിന്തസിസ്, അതായത് പ്രകാശസംശ്ലേഷണം, അതൊരു സാധാരണ പ്രക്രിയയല്ല, ഒരു തരം പ്രപഞ്ചവിനിമയമാണ്. നമ്മൾ പുറത്തേക്ക് വിടുന്ന വിഷവായുവായ കാർബൺ ഡയോക്സൈഡിനെ സ്നേഹത്തോടെ സ്വീകരിച്ച് പകരം നമുക്ക് ജീവിക്കാൻ വേണ്ട പ്രാണവായു, അതായത് ഓക്സിജൻ, തിരിച്ചു തരുന്നു. ഒരമ്മ തന്റെ കുഞ്ഞിന് ഭക്ഷണം നൽകുന്നതുപോലെയാണ് ഓരോ മരവും നമുക്ക് ജീവൻ നൽകുന്നത്. ലോകത്തെ രക്ഷിക്കാൻ കാളകൂട വിഷം കുടിച്ച പരമശിവനെപ്പോലെയാണ് മരങ്ങൾ. അവ ഭൂമിയിലെ വിഷങ്ങളെ, അതായത് കാർബൺ ഡയോക്സൈഡും സൾഫർ ഡയോക്സൈഡും ലെഡുമെല്ലാം സ്വയം വലിച്ചെടുത്ത് നമ്മളെ സംരക്ഷിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ മരങ്ങൾ ഭൂമിയുടെ നീലകണ്ഠനാണ്. ഇത് നമ്മുടെ മാത്രം കാര്യമല്ല കേട്ടോ, ലോകം മുഴുവൻ ഇത് അംഗീകരിക്കുന്നു. യുനെസ്കോയുടെ ശാസ്ത്രജ്ഞരുടെ സമ്മേളനത്തിൽ അതിന്റെ പ്രസിഡന്റ് പറഞ്ഞത് മരങ്ങളില്ലെങ്കിൽ മനുഷ്യനുമുണ്ടാവില്ല എന്നാണ്. നമ്മുടെ ഋഷിമാർ പണ്ട് പറഞ്ഞ അതേ കാര്യം ഇന്ന് ലോകമേറ്റുപറയുന്നു. അപ്പോ നമ്മുടെ പൂർവികരും ആധുനിക ശാസ്ത്രവും ഒരുപോലെ പറയുന്ന ഈ വലിയ സത്യത്തെ നമ്മൾ മറക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതിന്റെ വില വളരെ വലുതാണ്. ഈ കണക്കൊന്ന് നോക്കൂ. കഴിഞ്ഞ 50 വർഷം കൊണ്ട് മാത്രം അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് 46% കൂടിയത്. ഇത് വെറുമൊരു സംഖ്യയല്ല. നമ്മൾ ശ്വസിക്കുന്ന വായു എത്രത്തോളം മലിനമായിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഒരു ഭീകരമായ ഓർമ്മപ്പെടുത്തലാണിത്. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ലിബിയ. 100 വർഷം മുൻപ് പച്ചപ്പ് നിറഞ്ഞ നല്ല മഴ ലഭിച്ചിരുന്ന ഒരു നാടായിരുന്നു അത്. എന്നാൽ അവിടുത്തെ മരങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ചതിന്റെ ഫലമോ? ഇന്ന് ലിബിയ ഒരു വരണ്ട മരുഭൂമിയാണ്. ഇത് നമുക്കെല്ലാവർക്കും ഒരു പാഠമാണ്. ഇതിന്റെ എല്ലാം ദുരിതം അനുഭവിക്കുന്നത് നമ്മൾ മനുഷ്യർ തന്നെയാണ്. ആസ്മ പോലുള്ള ശ്വാസകോശ രോഗങ്ങൾ കൂടുന്നു, പലതരം ത്വക്ക് രോഗങ്ങൾ വരുന്നു. എന്തിനധികം പറയുന്നു, നമ്മുടെ മാനസികാരോഗ്യത്തെ പോലും ഇത് ബാധിക്കുന്നു. ദേഷ്യം, അസ്വസ്ഥത, ഇതെല്ലാം കൂടുന്നതിന്റെ ഒരു കാരണം നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതി നഷ്ടപ്പെടുന്നതാണ്. ശരി, ഈ നാശത്തിന്റെ കഥകൾ നമുക്ക് തൽക്കാലം നിർത്താം. ഇനി നമുക്ക് നാണയത്തിന്റെ മറുവശം നോക്കാം. മരങ്ങൾ നമുക്ക് തിരികെ നൽകുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? അതിന് എത്രത്തോളം മൂല്യമുണ്ടെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഏകദേശം 15 ലക്ഷം രൂപ. അതെ, കേട്ടത് ശരിയാണ്. ഒരൊറ്റ മരം അതിന്റെ 50 വർഷത്തെ ജീവിതകാലം കൊണ്ട് നമുക്ക് നൽകുന്ന സേവനങ്ങളുടെ സാമ്പത്തിക മൂല്യമാണ് ഈ പറഞ്ഞത്. അവിശ്വസനീയമായി തോന്നുന്നുണ്ടല്ലേ? ആ 15 ലക്ഷത്തിന്റെ കണക്ക് ഇതാ: ഓക്സിജൻ തരുന്നതിന് 2.5 ലക്ഷം, മലിനീകരണം നിയന്ത്രിക്കുന്നതിന് 5 ലക്ഷം, മണ്ണിനെ സംരക്ഷിക്കുന്നതിന് 2.5 ലക്ഷം,
അങ്ങനെ പോകുന്നു കണക്കുകൾ. ഇതെല്ലാം പ്രകൃതി നമുക്ക് സൗജന്യമായി തരുന്നതാണ്. ഇതിനൊക്കെ വിലയിടാൻ നമുക്ക് സാധിക്കുമോ? അപ്പോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് മുന്നിലുള്ള വഴി വളരെ വ്യക്തമാണ്. നമ്മൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യമാണ്: മരം നടുക എന്ന നമ്മുടെ ആ പഴയ പാരമ്പര്യത്തെ പുനരുജ്ജീവിപ്പിക്കുക. ഇതത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നമ്മുടെ വീടിന്റെ ചുറ്റും മരങ്ങൾ നടാം. ഓരോ ഗ്രാമത്തിലും ചെറിയ നഴ്സറികൾ തുടങ്ങാം. ഹരിയാലി അമാവാസി പോലുള്ള ആഘോഷങ്ങളുടെ ഭാഗമായി മരങ്ങൾ നടാം. പിന്നെ നമ്മുടെ കാടുകളെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകാം. ഓരോ ചെറിയ ചുവടും ഒരു വലിയ മാറ്റത്തിന് കാരണമാകും. പക്ഷേ ഇതൊരു പരിസ്ഥിതി പ്രശ്നം മാത്രമായി കാണരുത്. അതിനെല്ലാം അപ്പുറം ഇത് നമ്മുടെ ഒരു ധാർമ്മികമായ കടമയാണ്. നമ്മുടെ മുൻ തലമുറയോടും ഇപ്പോൾ ജീവിക്കുന്നവരോടും വരും തലമുറയോടുമുള്ള ഒരു കടമ. മഹാഭാരതത്തിലെ ഈ വാക്കുകൾ ഒന്നുകൂടി കേൾക്കൂ. മക്കളില്ലാത്ത ഒരാൾക്ക് മരങ്ങളാണ് മക്കൾ എന്ന്. ഒരു മരം നടുന്നത് നമ്മുടെ പൈതൃകം കാത്തുസൂക്ഷിക്കുന്നതിന് തുല്യമാണ്. കാരണം ആ മരം അടുത്ത ഒരുപാട് തലമുറകൾക്ക് തണലേകും. അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഈ ഒരു താരതമ്യം കൂടി നോക്കൂ. ഒരു മരം മുറിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1000 രൂപയുടെ ഒരു താൽക്കാലിക ലാഭമായിരിക്കാം. എന്നാൽ ഒരു മരം നടുമ്പോൾ അത് ഓരോ വർഷവും ഏകദേശം 30,000 രൂപയുടെ സേവനങ്ങളാണ് നമുക്ക് തിരിച്ചു തരുന്നത്. ഏതാണ് ബുദ്ധി? അതുകൊണ്ട് ഒരു മരം നടുന്നത് വെറുമൊരു പ്രവൃത്തിയല്ല, അതൊരു പരമാർത്ഥമാണ്. അതായത് ഏറ്റവും നിസ്വാർത്ഥമായ സേവനം. അത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മൾ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ്. ഈ ലോകത്തിനു വേണ്ടിയുള്ള ഒരു നിശ്ശബ്ദ പ്രാർത്ഥനയാണ്. നമുക്കേവർക്കും ആ പ്രാർത്ഥനയുടെ ഭാഗമാകാം.